അയാളെ എത്തി വെക്കുവെടി. ആരുടെ ഇപ്പൊ വെടിവെക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. നമസ്കാരം. പാട്ടല്ല, ഇതാരുടെ കാറാ? ഭഗവാനെ, ഈ കാർ ആരുടേതാണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഈ വണ്ടി വരുന്നത് കാണുമ്പോൾ മുലകുടി മാറാത്ത കുട്ടികൾ പോലും പറയും, അമ്മേ മാധവൻ നായരുടെ സ്റ്റീം വരുന്നു, മാധവൻ നായരുടെ സ്റ്റീം വരുന്നു. ഓഹോ, ആരായി മാധവൻ നായർ? അത് അതിലും വലിയ തമാശയായി പോയി. ഈ നാട്ടിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ മാധവൻ നായർ അറിയില്ല എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാടോ ഈ കോട്ടും സൂട്ടും ഇട്ട് വെയിലത്ത് നടക്കണേ? പൊള്ളില്ലേ? ശരിക്കും പൊള്ളും. ഈ രീതിയിൽ പരിചയപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. വളരെ സന്തോഷം. ആരാധന എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കൂടെ നിന്ന് വല്ല ഫോട്ടോ വല്ലതും എടുക്കണമെങ്കിൽ എടുത്തോളൂ, എനിക്ക് സ്വല്പം ധൃതി. പടം എടുക്കേണ്ടി വരും, പക്ഷെ ഇപ്പൊ വേണ്ട. ആഹാ, വില കൂടിയ വസ്ത്രങ്ങളൊക്കെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. വിദേശിയ? ആഹാ, സീതാഭവനിൽ മാർത്താണ്ഡൻ നായർ മാധവൻ നായർക്ക് വിദേശി പോയിട്ട് സ്വദേശി പോലും ധരിക്കാനുള്ള വകുപ്പില്ലല്ലോ എന്ന് ആര് പറഞ്ഞു? സാക്ഷാൽ മാധവൻ നായർ. ഓ, 31/5/97 കോടതിയിൽ OP 92/97 പാപ്പർ ഹർജിയിൽ കടബാധ്യതകൾ തീർക്കാൻ ത്രാണിയില്ല, അതുകൊണ്ട് പാപ്പരായി അംഗീകരിക്കണം എന്ന് കോടതിയിൽ താണു വീണിക്കാൻ അപേക്ഷിച്ചില്ലേ? കോടതി അംഗീകരിച്ചു, പാപ്പരാക്കി. കോടതിയിൽ പറഞ്ഞത് സ്ഥാവര ജംഗമ സ്വത്തുക്കളടക്കം 500 രൂപയിൽ താഴെ ഉള്ളൂ എന്നാണ്. ദയർഫോർ മാധവൻ നായർ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും 500 രൂപയിൽ താഴെയേ ചെലവ് വരാൻ പാടുള്ളൂ, അണ്ടർവെയർ അടക്കം. ഇതൊക്കെ പറയാൻ താനാരാ? സിംഹം. സിംഹോ? അതെ, അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരി പ്രതാപസിംഹം, എൻക്വയറി കമ്മീഷണർ, അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 75 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്. ഇന്ന് മുതൽ 90 ദിവസത്തേക്ക് നിഴലും നിലാവും പോലെ, ചക്കരയും ഈച്ചയും പോലെ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. കാലുവെന്ത നായെപ്പോലെ ഓടി നടന്ന് ഞാൻ എല്ലാം ഉഴുതുമറിക്കും. തൂണിലും തുരുമ്പിലും തുപ്പൽ കോളാമ്പിയിലും ഞാൻ ഉണ്ടാവും. സൂര്യൻ അസ്തമിക്കുന്നതും അസ്തമിച്ച സൂര്യൻ ഉദിക്കുന്നതും ഈ അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരിക്ക് വിഷയമേ അല്ല. ഊനില ഒഴുകുന്ന നിശബ്ദ രാത്രിയെക്കാളും എനിക്കിഷ്ടം കാറ്റും കോളും ഇടിയും മിന്നലും നിറഞ്ഞ കുറ്റാക്കുറ്റി ഇരുട്ടാണ്. ഡോണ്ട് ബി അണ്ടർ ഇല്യൂഷൻ, ദാറ്റ്സ് മൈ എക്സെപ്ഷണൽ സ്റ്റൈൽ ഓഫ് എൻക്വയറി. വകുപ്പും പത്രാസും പീനൽ കോഡും പറഞ്ഞ് താൻ എന്നെ വരട്ടണ്ട. കൂടുതൽ സംസാരിക്കാതെ താൻ വന്ന വഴിക്ക് തന്നെ പോണം. പോകാം. ചതിയും വിശ്വാസവഞ്ചനയും കൊണ്ട് പാർട്ട്ണർ ജ്യോതിസിലെ കേശവമേനോൻ ബാലേന്ദ്രന്റെ ഹൃദയം കുത്തിയെടുത്തിട്ടുണ്ട് എന്ന് എന്റെ റിപ്പോർട്ടിലൂടെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ കോടതി തീരുമാനിക്കും തന്റെ ലലാട ലിപി. മനസ്സിലായില്ലേ? തലയിലെഴുത്ത്. എന്താണ് ഇത്? കണ്ണി കണ്ടവിടത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്യേ. 1 മിനിറ്റ് കഴിഞ്ഞ് രാഹുകാലം തുടങ്ങും. പോകാൻ വരട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം കമ്പനിയാണോ? അല്ല. പിന്നെന്തിനാ അങ്ങോട്ട് വലിഞ്ഞു കയറുന്നത്? അല്ല, പാപ്പർക്ക് ഇനി കമ്പനിയുമായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നോക്കണ്ട, നിങ്ങൾക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. യു ആർ എ ടോട്ടൽ സ്ട്രേഞ്ചർ ഹിയർ, സോ യു ക്യാൻ ഗോ. നിങ്ങൾക്ക് പോകാം. തീർച്ചയായും നടത്തണം, പക്ഷെ അതിന് സിംഹം സമയം തരും. സീതാലക്ഷ്മി, ഡിവോഴ്സി. ഐ ഹാവ് സം ജെന്യുവിൻ ഡൗട്ട്സ് റിഗാർഡിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദിസ് കമ്പനി. ഈ കമ്പനിയുടെ ഓണർഷിപ്പിനെ സംബന്ധിക്കുന്ന ഫയലുകളെല്ലാം 24 മണിക്കൂറിനകം എന്റെ ഓഫീസിൽ ഹാജരാക്കണം. ഇഫ് ഐ ആം സാറ്റിസ്ഫൈഡ്, ഒരു നല്ല നേരം ഞാൻ ഫിക്സ് ചെയ്യും. അപ്പോൾ ഉദ്ഘാടനം നടത്താം. ബൈ ബൈ. There is a clause that you tell before court, sir. അവസാനം ഈ കുറുക്കൻ ഒരു സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടു അല്ലേ? പാപ്പര് മാധവനെ മൂക്കൊണ്ട് ക്ഷാറാ എഴുതിക്കും സിംഹം. നിന്റെ സിംഹത്തിന് വരച്ച വരയിൽ നിർത്തി അയാളുടെ പൂട കൊഴിപ്പിച്ച് പീസ് പീസാക്കി പൊരിച്ച് ഞാൻ തിന്നും. എന്താ ഒരു കഷ്ണം വേണോ? അത് തന്നെത്താനങ്ങ് കഴിച്ചോണ്ടാ മതി. നരകയാതന എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്ന് മുതൽ നിങ്ങൾ അത് അനുഭവിക്കാൻ പോവാ. നൗ യു മേ പ്ലീസ് സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ മിസ്റ്റർ മാധവൻ നായർ. ഇനി വിഷം കഴിച്ചാ മതി. ഇനി തല ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പുണ്ണാക്കും പുളിയരി ആക്കി താനല്ലടോ. താൻ ഏത് കോപ്പില വക്കീലടോ? വേണ്ട, ഡിക്ഷണറി ഇല്ലാത്തൊന്നും എന്നെ കൊണ്ട് വിളിച്ചുറപ്പിക്കണ്ട. താൻ എന്താന്ന് പറഞ്ഞത്? IPC ശരിക്കും വായിക്കാത്ത ചെക്കനാണ്. 5 കൊല്ലം എന്റെ കൂടെ നടന്നിട്ട് അവന്റെ വിവരക്കേട് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പേട്ട് ചെക്കന്റെ മുമ്പിലോ മൂക്ക് കുത്തി വീണത്. ഇയാളെ ഇവിടേക്ക് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതും അക്കാല വാഴ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഒരെങ്കിൽ നമ്മുടെ പൊസിഷനെ ഇത്തിരി വീക്കാം. മുമ്പേ ഡൈവോഴ്സ്, പിന്നെ പാപ്പരും. അളയാ, ഞാൻ നീ മിണ്ടരുത്. നീ എല്ലാം കൂടി എന്നെ ഈ നിലയിലാക്കിയത്. അയ്യോ, ഇവിടുന്ന് ബേജാറാകരുത്. കുരുട്ട് ബുദ്ധിക്ക് ഇവിടുത്തെ 4 ഇലത്തെത്തും ആ സിംഹം.
ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണ. അയ്യോ, ഇങ്ങനെ പേടിച്ച് ഓരോന്ന് പുലമ്പിയ കള്ളി വിളിക്കത്താകും. പിന്നെ നേരെ സെൻട്രൽ ജയിലിലോട്ട് പോയാ മതി. അതാ ലാ പോയിന്റ്. നമ്മൾ കോടതിയിൽ പറഞ്ഞതിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. ആണ് ഇവിടെ മാറരുത്. മാറിയാ അയാള് നമ്മളെ കുഴയ്ക്കും. നമുക്കെതിരെ ഒരൊറ്റ എവിഡൻസും അയാൾക്ക് കിട്ടരുത്. അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ നേരിട്ട് തെളിവെടുക്കാൻ കക്ഷികൾ സിംഹത്തിന്റെ കൂട്ടിച്ചെല്ലാം പറഞ്ഞിരിക്കുക. എന്തിനാ അയാളെ പിണ്ടം വയ്ക്കാനാ? അതവിടെ ചെന്നിട്ടേ അറിയൂ ആരുടെ പിണ്ണം വയ്ക്കാനോ. ഇയാൾ പോലും പറഞ്ഞ. നമസ്കാരം സാറേ. All of you come here. എവിടെ പുതിയ കമ്പനിയുടെ രേഖകൾ? എനിക്ക് കമ്പനി ഒന്നുമില്ല. കമ്പനി ഉള്ളത് ഇവർക്ക്. ആ ഡോക്യുമെന്റ്സ് എല്ലാം കീർത്തിയം. ഗുഡ്. അടിയിലൂടെ എന്തെങ്കിലും പാരയുണ്ടോന്ന് ഞാൻ പിന്നീട് നോക്കിക്കോളാം. എന്തായാലും കമ്പനിയോട് നോക്കിക്കോളൂ. ആ മിസ്റ്റർ അഥവർണൻ, മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെറ്റർ, കടക്കാരൻ. ഇയാൾ ഉത്തമർണൻ, ക്രെഡിറ്റർ, അതായത് കാശ് കിട്ടാനുള്ള വ്യക്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധമർണനും ഉത്തമർണനും ഞൊടിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആലോചിച്ച് കള്ളം പറയരുതെന്ന്. നോ, ആലോചിക്കാതെയും കള്ളം പറയരുത്. നിങ്ങൾ കമ്പനി വിടുമ്പോ എത്രയായിരുന്നു കമ്പനിയുടെ കടബാധ്യത? 2 കോടി. ലിക്വിഡ് ക്യാഷ് ഓർ സോളിഡ് കൈൻഡ്? 2 കോടി. കമ്പനിയിൽ പോകാതിരുന്നിട്ടും മേനോന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി ബാങ്കിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപയും പിൻവലിച്ചല്ലോ. തലയാട്ടിയാ പോരാ, എനിക്ക് ആടാത്ത മറുപടിയാണ് വേണ്ടത്. ആ തുക നിങ്ങൾ എന്താവശ്യത്തിന് ചെലവഴിച്ചു? കമ്പനിയുടെ കടങ്ങൾ വീട്ടാൻ. കറക്റ്റ്, എല്ലാം കോടതി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്കതല്ല വേണ്ടത്. നിങ്ങളൊരു സൂത്രശാലിയാണെന്ന് എനിക്കറിയാം. ദൈവമേ, ഞാനോ? ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നേ കൊള്ളാം, മലർന്ന് കീറി പോകരുത്. പുസ്തകം അടച്ചു വയ്ക്കൂ. ബൈ ദി ബൈ, സർവ്വ സ്വത്തുക്കളും സ്വന്തം ഭാര്യയ്ക്ക് ഒരു അർദ്ധരാത്രിയിൽ ഇഷ്ടദാനമായി എഴുതി കൊടുക്കാൻ മിസ്റ്റർ നായരെ പ്രേരിപ്പിച്ച തരളിത വികാരം എന്താണ്? സീത സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിച്ചു. എപ്പോൾ, എവിടെ വെച്ച്? ഇടപ്പറയിൽ. ആ നേരത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടി ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സും ചെയ്തു. താങ്ക് യു. യുവർ ആർഗ്യുമെന്റ്സ് ആർ എക്സാജറേറ്റഡ്, കാപ്രീഷ്യസ് ആൻഡ് റിഡിക്യുലസ്. സൂക്ഷിക്കണം. മിസ്റ്റർ ബാലേന്ദ്രൻ, പ്രധാന ഉത്തമർണൻ, ഇയാൾ പറഞ്ഞൊക്കെ ശരിയാണോ? പച്ചക്കള്ളമാണ് സർ. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ചതിയും ഗൂഢാലോചനയുമാണ് ഇതിന്റെ പിന്നിൽ. ഫ്രോഡുലന്റ് മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ്, IPC സെക്ഷൻ 4. നോ, വകുപ്പുകൾ ഞാൻ പറഞ്ഞോളാം. അതെന്റെ ഇഷ്ടം പോലുണ്ട്. ബാർബർക്ക് രോമത്തിന് പഞ്ഞുണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കടബാധ്യതകൾ തീർക്കാൻ നിവർത്തിയില്ലാത്ത പാപ്പരായ ഒരു സാധു മനുഷ്യനെ കോടതി വ്യവഹാരങ്ങളിലൂടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഹർജി എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 468 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിങ്ങൾക്ക് കിട്ടും 3 വർഷം തടവും കൂടെ നല്ല പിഴയും. യു ഫോളോ മീ? അത് മതി സാർ. പ്ലീസ്. ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമോ സാർ? ലെറ്റ് മീ സീ. മിസ്റ്റർ നായർ, എന്താ? ഭയപ്പെടണ്ട. ഇഷ്ടദാനം എഴുതിയതും വിവാഹമോചനം വഴി പാപ്പരായതും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 4 ഓഫ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം നിങ്ങളുടെ സകല വസ്തുവകകളും കോടതി ഏറ്റെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും പോകാം. ഞാൻ വിളിക്കുമ്പോൾ വരണം. ചിലപ്പോ വിളിക്കാതെയും വരേണ്ടി വരും. ഞാനൊരു പാവം നായരാണ് സാർ. കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? യു ഗോ മാൻ.